നമസ്കാരം, മിരിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഇട്ട വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണണം. അതും ഇതേപോലെ തന്നെ ചിരട്ട വെച്ചിട്ടുള്ള കുറച്ച് അധികം ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. ഇന്നും അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ടോ ഞാനിവിടെ ഈ ചിരട്ട കത്തിച്ച് പൊടിച്ച് അതിൽ നിന്നുള്ള പൗഡറാണ് ഈ എടുത്തിരിക്കുന്നത്. അതായത് ചാർക്കോൾ പൗഡർ, ചിരട്ടക്കരി എന്നൊക്കെ പറയും. അപ്പം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് ചെയ്യുന്നത് ഞാൻ ഈ ചിരട്ടക്കരി വെച്ചിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ ചിരട്ടയുടെ ഗുണങ്ങളൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ വിശദമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് ചാർക്കോൾ പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ചിരട്ടക്കരി ഏകദേശം ഒരു 1/2 സ്പൂണോളം മതി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം കേട്ടോ. നമുക്കറിയാം ചിരട്ടയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, ചിരട്ടയ്ക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. വെറുതെ ഇനി ആരും ചിരട്ട വലിച്ചെറിഞ്ഞിട്ട് കളയരുത് കേട്ടോ. ചിരട്ടയ്ക്ക് ഇപ്പം കിലോയ്ക്ക് 30-31 രൂപയോളം വില വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിരട്ടക്കരി ഉപയോഗിച്ചുള്ള ഈ വെള്ളത്തിൻ്റെ ഗുണം എന്താണെന്ന് പറയാം കേട്ടോ. നമ്മൾ ചെടികളൊക്കെ നടുമ്പോൾ അല്ലെങ്കിൽ കമ്പുകളൊക്കെ മുറിച്ച് ഇതുപോലെ നടാറില്ലേ, റോസക്കമ്പായാലും ഏത് തരത്തിലുള്ള ചെടികളുടെ ശിഖരങ്ങൾ മുറിച്ച് നമ്മൾ നടുന്ന സമയത്ത് ഇതുപോലെ ചിരട്ടക്കരിയിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇതുപോലുള്ള വെള്ളത്തിലൊന്ന് മുക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് നടുകയാണെങ്കിലുണ്ടല്ലോ നല്ലതുപോലെ വേരുണ്ടാകും, പെട്ടെന്ന് തന്നെ വേര് പിടിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാനിവിടെ വെച്ചേക്കുന്നത് പുതിന ഇലയുടെ തണ്ടുകളാണ്. അപ്പോൾ പുതിന ഇലയുടെ തണ്ടിലൊക്കെ വേര് പെട്ടെന്നുണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് വേര് പിടിപ്പിച്ചത് ഞാനൊന്ന് മുളപ്പിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ 3 ദിവസം 4 ദിവസം കഴിഞ്ഞതാണ്. അപ്പോൾ തന്നെ ഇതിൽ ചെറിയ നാമ്പുകൾ വന്നു തുടങ്ങി. ഇതുപോലെ നന്നായിട്ട് നമുക്കിത് കിളിർത്ത് കിട്ടും. ഇതിൻ്റെ വേരൊക്കെ ഇത് കണ്ടോ നന്നായിട്ട് തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് റോസക്കമ്പൊക്കെ നടുന്ന സമയത്ത് ഈ രീതി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ടിപ്പ് നമ്പർ 2. ഇതുപോലൊരു ഇടികൽ എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിലോട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുപോലെ 3-4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പല്ലുകളുടെ ആരോഗ്യവും. ആരോഗ്യകരമായ പല്ലുകൾക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. പല്ലുകൾക്ക് മഞ്ഞ നിറമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള പല്ലുകൾ കാണിച്ചുള്ള ഒരു ചിരി നമ്മളുടെ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാരണം ആയേക്കാം. ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത് കൊണ്ട് തന്നെ പല്ലുകൾക്ക് മഞ്ഞ നിറമുണ്ടാകാം. അതുപോലെ തന്നെ പുകവലിക്കുന്നവർക്കും പല്ലുകൾക്ക് മഞ്ഞ നിറം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ പല്ല് നല്ലപോലെ വൃത്തിയാക്കിയില്ലെങ്കിലും മഞ്ഞ നിറവും അതുപോലെ പ്ലാക്കും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയാണ്. അപ്പം നല്ല മുത്തുപോലെ തിളങ്ങുന്ന പല്ലുകൾ ആഗ്രഹിക്കുന്നവരെ ഈ ഒരു രീതിക്ക് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ പൊടിച്ചെടുത്ത ഗ്രാമ്പും കുരുമുളകും ഒരു ചെറിയ ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചാർക്കോൾ പൗഡർ ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണോളം ചാർക്കോൾ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാർക്കോൾ പൗഡർ വെച്ചിട്ട് നമ്മൾ പല്ല് തേക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ അല്ലെങ്കിൽ വായുടെ ഒട്ടുമിക്ക അസുഖങ്ങൾക്കുമുള്ള നല്ല ഒരു പ്രതിവിധിയാണ്. വായനാറ്റമാണെങ്കിലും എന്താണെങ്കിലും പല്ലിൻ്റെ മഞ്ഞ കളറ് അതുപോലെ തന്നെ കക്ക പിടിച്ചത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോകാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുക പല്ലിന് നല്ല തിളക്കവും വെണ്മയും കിട്ടും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് നാച്ചുറലായിട്ടൊന്ന് ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 3. ഞാനിവിടെ ഒരു പഴയ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ, മൺചട്ടിയാണേ. നമുക്കിനി ഈ ചട്ടിയിലോട്ട് വെച്ചിട്ട് 2 ചിരട്ട ഒന്ന് കത്തിച്ചിട്ട് എടുക്കാം. അപ്പോൾ ചിരട്ടയിൽ ഇത് ഞാനൊന്ന് തീ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചട്ടിയിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചിരട്ട കത്തിക്കുമ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ചിരട്ട കത്തി വരുന്ന ഭാഗത്ത് കണ്ടോ ചെറിയൊരു എണ്ണമെഴുക്ക് പോലെ കണ്ടോ, എണ്ണമയം പോലെ കണ്ടോ, ഈ ചിരട്ടയിൽ നിന്നുള്ള ആ ഒരു എണ്ണയാണ് കേട്ടോ. അതിങ്ങനെ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ ചിരട്ട കത്തിക്കുമ്പോൾ ചെറിയ തോതിലാണെങ്കിലും ഇതുപോലെ ചിരട്ട എണ്ണ ഇങ്ങനെ ഊറി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാടൊന്നും ഇത് ഉണ്ടാകത്തില്ല കേട്ടോ, ചെറിയ തോതിലേ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഇച്ചിരി ഉള്ളെങ്കിലും ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതിപ്പം ചിരട്ട കത്തി കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ചാരവും കനലും ഒരു സൈഡിലോട്ട് മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചെറിയ എണ്ണപ്പാട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. തണുത്തതിന് ശേഷം നമ്മൾ ഈ എണ്ണ കൈവിരലിൽ ഇതുപോലെ ഒന്ന് തോണ്ടി ഇങ്ങനെ എടുത്തിട്ട് ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അസുഖങ്ങൾ
രോഗങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. അതായത് മുറിവുകൾ, പൊള്ളൽ, അതുപോലെ തന്നെ ചൊറിച്ചിൽ, ഇതിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അതായത് എക്സിമ, സോറിയാസിസ്, ഇതിനൊക്കെ നല്ല ഒരു പ്രതിവിധിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചിരട്ട എണ്ണ വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ച് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും സോപ്പുകളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ കുറച്ചാണ്. നമ്മളിപ്പോൾ 2 ചിരട്ട കത്തിച്ചത് കൊണ്ടാണ് ഇത്ര എണ്ണ കിട്ടിയത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 4, ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വെള്ളത്തിലോട്ട് ഞാൻ ചിരട്ട ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1 ചിരട്ടയാണ് എടുത്തേക്കുന്നത്. ഈ ചിരട്ട ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ തേങ്ങ ചിരകി ഉടനെ കിട്ടുന്ന ഒരു ചിരട്ടയില്ലേ, അതായത് അല്പം തേങ്ങയുടെ ആ ഒരു അംശമൊക്കെ ഉള്ള ആ ഒരു ചിരട്ട, അങ്ങനത്തെ ചിരട്ട വേണം കേട്ടോ എടുക്കാനായിട്ട്. അല്ലാതെ ഒത്തിരി പഴകി പൊടി പിടിച്ച് കിടക്കുന്ന ചിരട്ട അങ്ങനെ എടുക്കണ്ട. അപ്പം ഈ ചിരട്ട ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. ഈ ചിരട്ടയിലെ ആ ഒരു സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് വരണം കേട്ടോ. അപ്പം നമ്മുടെ ജീവിതശൈലി പാരമ്പര്യ രോഗങ്ങളിൽ പെടുത്താവുന്ന പ്രമേഹത്തിന് നല്ല ഒരു പരിഹാരമാണ് ഈ ചിരട്ട വെന്ത വെള്ളം കുടിക്കുന്നത്. ഈ ചിരട്ടയിൽ ഫൈബർ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിരട്ട വെന്ത വെള്ളം കുടിക്കുന്നത് പ്രമേഹം നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പ്രമേഹത്തിൻ്റെ ഏറ്റവും കൂടിയ അവസ്ഥയായ ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ്. നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അപ്പം തലേദിവസം വൈകിട്ട് വെള്ളം തിളപ്പിച്ചിട്ടാൽ നിങ്ങൾക്കിത് രാവിലെ എടുത്ത് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ പ്രമേഹത്തിനും അതുപോലെ കൊളസ്ട്രോളിനും ഒക്കെ ഒത്തിരി ഒത്തിരി നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 5, ഈ ഒരു സൂത്രം കണ്ടിട്ട് ആർക്കെങ്കിലും നൊസ്റ്റു അടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓർമ്മയുണ്ടോ ഇത്? പണ്ടൊക്കെ ചിരട്ട കത്തിച്ച് കനലിലിട്ട് ചൂടാക്കി ഇസ്തിരി ഇട്ടിരുന്ന ഒരു കാലം ഓർക്കുന്നുണ്ടോ? വീടുകളെല്ലാം വൈദ്യുതീകരിച്ചപ്പം ഇങ്ങനൊരു ഉപകരണത്തിൻ്റെ ആവശ്യമേ ഇല്ലാതായിപ്പോയി അല്ലേ? ഞാനും ഇത് പൊടി പിടിച്ചൊരു മൂലയ്ക്ക് മാറ്റി വെച്ചിരുന്നത് ഈ ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടി തട്ടിയെടുത്ത് കൊണ്ടുവന്നതാണ്. പണ്ടൊക്കെ രാവിലെ തന്നെ വിറകടുപ്പിൽ 2 ചിരട്ടയും കൂടി ഇട്ട് കത്തിക്കും. എന്തിനാണെന്നോ? ഈ ചിരട്ട തേപ്പൂട്ടിയിൽ ഇട്ട് യൂണിഫോം ഒക്കെ ഒന്ന് തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇത് നമ്മുടെ തലമുറകൾക്കൊന്നും ഇതറിയത്തേ ഇല്ല. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും അവർക്ക് അറിയത്തില്ല. അപ്പം ഈ ചിരട്ട ഇട്ട് ഇതുപോലെ നമുക്ക് ചിരട്ടയുടെ ഒരു ഉപയോഗം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ടിപ്പ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കത്തിച്ച് ഇസ്തിരിപ്പെട്ടി നന്നായി ചൂടാക്കി വസ്ത്രങ്ങളൊക്കെ അയൺ ചെയ്തിരുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ടോപ്പിക്ക് ചിരട്ടയെക്കുറിച്ച് ആയതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ചിരട്ട കത്തുമ്പോൾ ഇതുപോലെ ആളി കത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിരട്ട ഇങ്ങനെ ആളി കത്തുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയത്തില്ലെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. ചിരട്ട കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന താപനിലയിൽ ഈ ചിരട്ടയിൽ ഒരു എണ്ണയുണ്ടെന്ന് ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ. ആ എണ്ണയ്ക്ക് തീ പിടിക്കുമ്പോഴാണ് നമുക്ക് തീ ചീറ്റുന്നതായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ കത്തുന്ന വിളക്കിൻ്റെ ജ്വാലയിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി മടക്കി പിടിച്ചിട്ട് ഞെക്കിയാലും ഇപ്രകാരം തന്നെ തീ ചീറ്റുന്നത് കാണാം. കുട്ടിക്കാലത്ത് ഇത് പലരും പരീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. ടിപ്പ് നമ്പർ 6, ചിരട്ടയുടെയും ചിരട്ടക്കരിയുടെയും ഉപയോഗങ്ങളും ഗുണങ്ങളും ഒന്നും ഇനിയും പറഞ്ഞാൽ തീരത്തില്ല. തെയ്യം കലാകാരന്മാർ തെയ്യക്കോലത്തിൻ്റെ മുഖത്ത് എഴുതാൻ വേണ്ടിയിട്ട് ചിരട്ടക്കരിയാണ് ഉപയോഗിക്കുന്നത് എന്ന് എത്ര പേർക്ക് അറിയാം? അതുപോലെ തന്നെ വീടിൻ്റെ എർത്ത് കമ്പി കുഴിച്ചിട്ടിരിക്കുന്നതിന് ചുറ്റും ഉപ്പും ചിരട്ടക്കരിയും കുഴിച്ചിടുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ ആ ഒരു എർത്തിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാനും ചിരട്ട ഉപയോഗിക്കാറുണ്ട്. പണ്ട് കാലത്തൊക്കെയാണ് അങ്ങനെ ചെയ്തിരുന്നത്. ഇപ്പോൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കിണർ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ചിരട്ട കത്തിച്ച ആ ഒരു ചിരട്ടക്കരി വെള്ളത്തിലേക്ക് ഇടുന്നത് പതിവാണ്. ഇലകളും മറ്റും വീണ് ചില കിണറ്റിലെ വെള്ളത്തിനൊക്കെ നിറവ്യത്യാസമുണ്ടാകാം. അപ്പം ഈ നിറത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ചിരട്ടക്കരിക്കുണ്ട്. ചുണ്ണാമ്പ് കലക്കിയോ കിഴികെട്ടിയോ ഒക്കെ ഇടുന്ന രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ബ്ലീച്ചിങ് പൗഡർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇന്ന് ഞാൻ ചിരട്ടയെക്കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇനിയുമുണ്ട് പറഞ്ഞാൽ തീരാത്ത ചിരട്ടയുടെ ഗുണങ്ങൾ. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.